20 വർഷത്തിനിടെ ആദ്യ തോൽവി. അവസാന മത്സരവും പൂർത്തിയാക്കി റിംഗ് വിട്ട് ജോൺ സീന. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. പ്രൊഫഷണൽ റെസ്ലിംഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട താരങ്ങളിൽ ഒന്നായ ജോൺ സീന വിരമിച്ചു. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് ഗന്തറിനോട് പരാജയപ്പെട്ടതോടെയാണ് ജോൺ സീനയുടെ ഐക്കോണിക് WWE കരിയർ അവസാനിപ്പിച്ചത്. 20 വർഷത്തിനിടെ ഇതാദ്യമായാണ് സീന ഒരു മത്സരത്തിൽ നിന്ന് പുറത്തായത്. ഇതിന് ആരാധകരുടെ ഹൃദയം തകർത്തു. ലോകമെമ്പാടുമുള്ള റെസ്ലിംഗ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ജോൺ സീന തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. WWE ഹോൾ ഓഫ് ഫെയിം മിഷേൽ മക്കൂർ, ഡ്രസ് സ്ട്രട്സ് എന്നിവരോടൊപ്പം കർട്ട് ആംഗിൾ, മാർക്ക് ഹെൻറി, റോബ് വാൻ ഡാം തുടങ്ങിയ സീനയുടെ ഏറ്റവും വലിയ എതിരാളികൾ മത്സരം വീക്ഷിക്കാൻ എത്തിയിരുന്നു. ദി റോക്ക്, കെയ്ൻ തുടങ്ങിയ ഇതിഹാസങ്ങൾ സീനയുടെ അവസാന മത്സരത്തിന് മുമ്പ് അദ്ദേഹത്തെ ആശംസകൾ നേരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ WWEക്ക് യാതൊരു ആഘോഷരാത്രിയായിരുന്നു. 17 തവണ ലോക ചാമ്പ്യനായ സീന അവസാനമായി റിംഗിലേക്ക് ഓടിയെത്തിയപ്പോൾ താരങ്ങളും ആരാധകരും അദ്ദേഹത്തെ ആവേശത്തോടെ സ്വീകരിച്ചു. ഒടുവിൽ തോൽവിയോടെ മടക്കം. ഇത്രയും വർഷങ്ങൾ നിങ്ങളെ സേവിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നന്ദി. ജോൺ സീന റിംഗിൽ നിന്നും മടങ്ങി. WWEയുടെ എക്കാലത്തെയും വൻ പേരുകളിൽ ഒന്നാണ് ജോൺ സീന. WWEയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം, ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ, ഒരു തവണ ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യൻ, 2025 നവംബർ 10, 17 തവണ WWE ലോക ചാമ്പ്യൻ, 5 തവണ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ, 4 തവണ WWE ടേഗ് ടീം ചാമ്പ്യൻ, ഒന്നിലധികം റോയൽ റംബിൾ മത്സരങ്ങൾ വിജയിച്ച 6 പുരുഷന്മാരിൽ ഒരാൾ, മണി ഇൻ ദ ബാങ്ക് ലാഡർ മാച്ച് വിന്നർ, 10 തവണ സ്ലാമി അവാർഡ് ജേതാവ്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത റെക്കോർഡുകൾ. അമേരിക്കയിലെ വെസ്റ്റ് ന്യൂബറിയിൽ 1977 ഏപ്രിൽ 23-നാണ് ജോൺ സീനയുടെ ജനനം. 22-ാം വയസ്സിൽ റെസ്ലിംഗ് റിംഗിലേക്ക് 2005 ഏപ്രിൽ 3-ന് ആദ്യമായി ലോക ചാമ്പ്യനായി അവിടെ അങ്ങോട്ട് തൊട്ടതെല്ലാം പൊന്നാക്കിയ കരിയർ. റിംഗിലെ ചൂടുകൾ മാത്രമല്ല, ജോൺ സീനയുടെ സിനിമാ പ്രവേശനവും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇതുവരെ 16 സിനിമകളിലാണ് സീന അഭിനയിച്ചത്. വാഷിംഗ്ടൺ DC ക്യാപിറ്റൽ വൺ അരീനയിലായിരുന്നു WWE സാറ്റർഡേ നൈറ്റ് ലൈവ് ശനിയാഴ്ച രാത്രി നടന്നത്. ഡിസംബർ 14 ശനിയാഴ്ച രാവിലെ 6:30-ന് ആയിരുന്നു ഇന്ത്യയിലെ സംപ്രേഷണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ.